ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് കാന്താരി വെച്ചിട്ട് ഒരു മത്തിക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ അധികവും കാന്താരിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും അരയ്ക്കുന്നതിൻ്റെ കൂടെ കാന്താരിയും കൂടി ഇട്ടിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു കറിയായിരിക്കും. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. സാധാരണ മീൻ കറിയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലുള്ളൊരു കറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഇപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നല്ല പോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം നമുക്ക്. ഞാനിതിൽ പിന്നെ ചേർക്കുന്നത് കാന്താരി മുളകാണ്. ഇത് കാന്താരി മുളക് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇന്നത്തെ മീൻ കറിയുടെ കേട്ടോ. അപ്പം ഞാനൊരു ഏകദേശം ഒരു 15 to 20 കാന്താരി മുളകും ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 10 to 12 വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ ചേർത്തിട്ട് നല്ല പോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണ ഉണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനൊരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എരിവ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുടംപുളി ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ചെറിയൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും ചാറ് പോരല്ലോ, ഇനി കുറച്ച് ചാറും കൂടി വേണ്ട. അപ്പം ഞാൻ ലൈറ്റായിട്ടുള്ള ഒരു ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എത്ര ചാറ് വേണോ അതിനാവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ അത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മത്തി ചേർത്തെടുക്കാം. ഞാൻ ഇത് കുഞ്ഞമത്തിയാണ് കേട്ടോ. കുഞ്ഞമത്തിക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ മത്തി ചേർത്തതിന് ശേഷം തവിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം തവിയൊന്നും ഇടരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം തവി ഇട്ടാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ചില തുടക്കക്കാരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. കുക്കിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് മുഴുവനുള്ള ഉലുവ ഉണ്ടായിരുന്നില്ല തുടക്കത്തിലിടാൻ. അപ്പം ഞാനത് കാരണം പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി കാന്താരി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കപ്പയുടെ കൂടെയും മീനിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. പക്ഷേ എരിവ് ഇത്തിരി കൂടുതലാണെന്നുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പം നമുക്ക് ഇതിലും നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching. Bye.